നമസ്കാരം, ഞാൻ സരിത അനൂപ്. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അങ്കമാലി ശബരി റെയിൽപാതയിൽ വീണ്ടും പ്രതീക്ഷ. കോതമംഗലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കും ചിറകുവിരിക്കുന്നു. നിർദ്ദിഷ്ട പദ്ധതിയിലെ റെയിൽവേ സ്റ്റേഷൻ മാതിരപ്പിള്ളിയിൽ. റോഡ് നവീകരണത്തിന്റെ പേരിൽ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമുള്ള വഴി ഇല്ലാതാക്കി. കറുകടത്ത് 2 വീട്ടുകാർ 2 വർഷമായി അനുഭവിക്കുന്നത് കടുത്ത ദുരിതം. ഒട്ടേറെ തവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാകുന്നില്ലെന്ന് വീട്ടുകാർ. കവളങ്ങാട് പഞ്ചായത്തിൽ തെരുവുനായ ശല്യം. 3 പേർക്ക് കടിയേറ്റു. തെരുവുനായ ശല്യം വർദ്ധിച്ചിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയ്ക്കൊപ്പം കോതമംഗലത്തിന്റെ വികസന സ്വപ്നങ്ങളും ചിറകുവിരിക്കുന്നു. റെയിൽവേ ഭൂപടത്തിൽ ഇടം പിടിക്കുന്നത് കോതമംഗലത്തിന് വലിയ നേട്ടം കൊണ്ടുവരും. മാതിരപ്പിള്ളിയിലാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അങ്കമാലി ശബരി റെയിൽപാതയ്ക്കായി കേരളം വർഷങ്ങളായുള്ള കാത്തിരിപ്പിലാണ്. അതോടൊപ്പം കോതമംഗലവുമുണ്ട്. കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചതോടെയാണ് പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ ഉയർന്നിരിക്കുന്നത്. അടുത്ത മാസം സ്ഥലമേറ്റെടുക്കൽ നടപടി പുനരാരംഭിക്കുമെന്നാണ് അറിയിപ്പ്. 111 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണ ചെലവിനായി കണക്കാക്കിയിരിക്കുന്നത് 3800 കോടി രൂപയാണ്. കോതമംഗലം വഴിയാണ് പാതയുടെ അലൈൻമെന്റ്. നെല്ലിക്കുഴി പഞ്ചായത്തിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും സ്ഥലം ഏറ്റെടുക്കണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥലം അളന്നു തിരിച്ച് കല്ലിട്ടതാണ്. ഈ സ്ഥലം വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാതെ ഉടമകൾ പ്രതിസന്ധിയിലുമാണ്. പദ്ധതി നടപ്പാക്കുകയോ സ്ഥലം തിരിച്ചേൽപ്പിക്കുകയോ വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. പുതിയ തീരുമാനമായതോടെ കാത്തിരിപ്പിന് ഫലമുണ്ടായേക്കും. ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് വലിയ വികസനം കൊണ്ടുവരാൻ റെയിൽപാതയ്ക്ക് കഴിയും. യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതിന് പുറമെ ചരക്ക് നീക്കത്തിലൂടെ കാർഷിക, വ്യാവസായിക, വാണിജ്യ മേഖലകളിൽ കുതിച്ചുചാട്ടമുണ്ടാകും. ടൂറിസം മേഖലയ്ക്കും ചെറുതല്ലാത്ത നേട്ടമാകും കൈവരിക. കോതമംഗലത്ത് മാതിരപ്പിള്ളിയിലാണ് നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷന്റെ സ്ഥാനം. GTV ന്യൂസ്, കോതമംഗലം. റോഡ് നവീകരണത്തിന്റെ പേരിൽ വീട്ടിലേക്കും വ്യാപാര സ്ഥാപനത്തിലേക്കുമുള്ള വഴി ഇല്ലാതാക്കി. കറുകടത്താണ് സംഭവം. 2 വർഷമായി കടുത്ത ദുരിതമാണ് 2 വീട്ടുകാർ അനുഭവിക്കുന്നത്. അധികാരികളെ സമീപിച്ചെങ്കിലും ആരും ഇടപെടുന്നില്ലെന്നാണ് വീട്ടുകാരുടെ പരാതി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നാൽ ചുമന്നുകൊണ്ടുപോകേണ്ട സ്ഥിതിയാണുള്ളത്. വിജയ ഏജൻസീസിന്റെ കച്ചവടവും പ്രതിസന്ധിയിലാണ്. അടുത്ത ബന്ധുക്കൾ പോലും വീട്ടിൽ വരാതായി. ഞങ്ങൾ സിമൻറ്റ് ചെയ്ത റോഡായിരുന്നു. ഈ 2 ഇതിലേക്കുള്ള ഒറ്റ റോഡ് ഞങ്ങൾ പൈസ മുടക്കി ഞങ്ങളുടെ സ്വന്തം ലെവലിൽ സിമൻറ്റ് ചെയ്തിട്ട് ഇറങ്ങാറുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങാനോ ഒരു രോഗിനെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് കസേരയിൽ വെച്ച് ഇരുത്തി വേണം റോട്ടിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ റോട്ടിലെ വെള്ളം മുഴുവൻ ഒരു ശകലം പോലും കാനയിൽ പോണില്ല. മുഴുവനും വെള്ളവും നമ്മുടെ പറമ്പിലേക്ക് തന്നെയാണ് വീണത്. ഈ മതിലിടിഞ്ഞ് വീണ് ഞങ്ങളുടെ വീടിന് തന്നെ ഭീഷണിയാവുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. 2 വർഷമായി 2 വീട്ടുകാരും ദുരിതമനുഭവിക്കുകയാണ്. ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഇക്കാര്യം ധരിപ്പിച്ചെങ്കിലും ആരും ഇടപെടാൻ തയ്യാറായില്ല. കരാറുകാരും ഉദ്യോഗസ്ഥരും കൈയൊഴുകിയാണ് ചെയ്തത്. അധികാരികളുടെ കണ്ണു തുറക്കുന്നതും കാത്തിരിക്കുകയാണ് ഈ വീട്ടുകാർ. പല സ്ഥലത്തും ജനപ്രതിനിധികളുടെ അടുത്തും പറഞ്ഞു, വാർഡ് മെമ്പറിൻ്റെ അടുത്തും പറഞ്ഞു, അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്തും മുഴുവനും നമ്മൾ പറഞ്ഞതാണ്, പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് ശരിയാക്കി തരട്ടെ, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയൊന്ന് ശരിയാക്കി തരട്ടെ. ഞങ്ങൾ പറയാത്ത മുട്ടാത്ത വാതിലുകളൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു മടുത്തിരിക്കുകയാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ്. GTV ന്യൂസ്, കോതമംഗലം. കവളങ്ങാട് പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായി. കഴിഞ്ഞ ദിവസം തലക്കോട് 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. തെരുവുനായ ശല്യം തടയാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്നാണ് പരാതി. തലക്കോട് ഭാഗത്ത് 3 പേർക്ക് കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ കടിയേൽക്കുകയും ചെയ്തു. 2 വീട്ടമ്മമാർക്കും ഒരു സ്കൂൾ വിദ്യാർത്ഥിക്കുമാണ് കടിയേറ്റത്. കാഞ്ഞിരക്കാട്ട് ഓമന, ചാരപ്പാട്ട് വിമല, ഇളമ്പക്കാട്ട് ഗൗരി എന്നിവർക്കു നേരെയാണ് തെരുവുനായകളുടെ ആക്രമണമുണ്ടായത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും തെരുവുനായകളുടെ എണ്ണം പെരുകിയതായി പറയുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. GTV ന്യൂസ്, കവളങ്ങാട്. എറണാകുളം ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച നടക്കും. കോതമംഗലം MA കോളേജിന്റെ സ്വിമ്മിംഗ് പൂളിലാണ് മത്സരം. 2008-നും 2018-നും ഇടയിൽ ജനിച്ചവരെ 5 വിഭാഗങ്ങളിലായി തിരിച്ചാണ് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത്. സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെ ഇവിടെ തിരഞ്ഞെടുക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി ഹാജരാകണം. ഇടവേള. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്
സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. വാർത്തകൾ തുടരുന്നു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഗ്രാമസഭ ചേർന്നു. സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഗ്രാമസഭ. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ PMAY പദ്ധതി പ്രകാരം വീട് ലഭിച്ച ഗുണഭോക്താക്കളെയും VOമാരെയും ഉൾപ്പെടുത്തിയാണ് ഗ്രാമസഭ ചേർന്നത്. വീടുകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയായിരുന്നു ലക്ഷ്യം. പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. PMAY പദ്ധതിയിൽ കൊടുത്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഒരു സർക്കാർ മാനദണ്ഡം പാലിച്ചാണോ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റും അതോടൊപ്പം തന്നെ ഗ്രാമസഭകളും ചേരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവനം ലഭിച്ചവരാണ്. ഈ സാമ്പത്തിക വർഷവും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തും എടുക്കാത്ത തരത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ PMAY പദ്ധതിയിൽ അപേക്ഷ നൽകി എലിജിബിൾ ആയിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഭവനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഏകദേശം 300ഓളം ഗുണഭോക്താക്കൾക്ക് രണ്ടാം ഗഡു വരെ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും നിരവധി അപേക്ഷകൾ വരാനുണ്ട്. അവർക്കൊക്കെ ഭവനമെന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. ജോമി തെക്കേക്കര, സാലി ഐബ്, ആനീസ് ഫ്രാൻസിസ്, നിസാമോൾ ഇസ്മായിൽ, TK കുഞ്ഞുമോൻ, PM കണ്ണൻ, ലിസി ജോസഫ്, CO അമിത, MS സിദ്ദിഖ്, മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം. നെല്ലിക്കുഴി പീസ് വാലിക്ക് അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബ്ബ് 10 ഡയാലിസിസ് മെഷീനുകൾ കൈമാറി. അങ്കമാലി ഗ്രേറ്റർ റോട്ടറി ക്ലബ്ബ് ഗ്ലോബൽ പ്രോജക്ടിന്റെ ഭാഗമായാണ് പീസ് വാലിക്ക് 10 ഡയാലിസിസ് മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും കൈമാറിയത്. റോട്ടറി ഇന്റർനാഷണലിന്റെ റീജിയണൽ ഗ്രാന്റ്സ് ഓഫീസർ ഗബ്രിയേല ക്ലെയിനിൽ നിന്ന് മെഷീനുകൾ പീസ് വാലി അധികൃതർ ഏറ്റുവാങ്ങി. റോട്ടറി ഭാരവാഹികളായ ജോഷി ചാക്കോ, TR വിജയകുമാർ, ജോസ് ചാക്കോ, ബെഞ്ചി വർഗീസ്, ബൈജു ഉഞ്ചക്കൽ, ജോമി ജോസ്, നൈജു ആന്റണി, അജി ജോസ്, അഗസ്റ്റിൻ മുണ്ടാടൻ, ആൽബിൻ മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. Gabriela Klein, who have been here this time to inaugurate this project. That itself, it's a great achievement for all of us, because any project further from this side, she is the person to approve that, and she has definitely know what exactly happened here, and definitely she will do whatever possible for the project. നമ്മുടെ ഈ സമൂഹത്തിൽ ആളുകളെ ബുദ്ധിമുട്ടുന്ന ആളുകളെ എല്ലാവരും പല നിലയ്ക്ക് സഹായിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു സെൻറ്റർ കൊണ്ടുവന്ന് അബൂബക്കർ സാറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അതാർക്കും സാധിക്കുമെന്നുള്ളത്. അദ്ദേഹത്തിനോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു യൂണിറ്റ് പ്ലൈവുഡ് ഫാക്ടറി ഉണ്ടായിരുന്നുള്ളൂ. ഇത് തുടങ്ങിയ ശേഷം 6 യൂണിറ്റായി. ശരിയല്ലോ? അപ്പം നമ്മൾ കൊടുക്കുന്നവരും നമുക്ക് കൂടുതൽ വന്നു ചേരുന്നുള്ള ഒരു സിമ്പിൾ എക്സാമ്പിളാണ് അബൂബക്കർ സാർ. CPM സംഘടിപ്പിക്കുന്ന മനുഷ്യക്കോട്ടയ്ക്ക് മുന്നോടിയായി കോതമംഗലത്ത് ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. മയക്കുമരുന്നിനെതിരെയാണ് CPMന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 10-ന് മനുഷ്യക്കോട്ട തീർക്കുന്നത്. ഇതിനു മുന്നോടിയായി ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സമിതിക്ക് രൂപം നൽകി. ആശ ലില്ലി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡോക്ടർ വിജി കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജെയിൻ ഹഡ്സൺ, PP മൈദീൻ ഷാ, സജി മാടവന, KJ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ പൊതുസമൂഹം എന്ന ലാക്കാക്കിയുള്ള ഇത്തരം സംഘടനകൾ, സാമുദായിക സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ ഇതിന്റെ ഭാഗമായി നിൽക്കുകയും
അവരൊരു ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇത്തരം പരിപാടികളായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടിച്ചേരുക എന്നുള്ളതാണ്. CPM-ന്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ജനുവരി അല്ലെങ്കിൽ ഈ മാസം വരുന്ന 10-ാം തീയതി ഒരു മനുഷ്യക്കോട്ട തീർക്കുകയാണ്. മനുഷ്യക്കോട്ട തീർക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യക്കോട്ട കെട്ടുന്നത് ഇവിടുത്തെ ലഹരി മാഫിയയ്ക്കും ലഹരി വിപണനത്തിനും ലഹരി ഉപയോഗത്തിനും എതിരായിട്ടുള്ള ഒരു കോട്ടയാണ് നമ്മൾ കെട്ടുന്നത്. ആ കോട്ട കെട്ടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയമില്ല, ഒരാൾ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് മാത്രം കണ്ടാകുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ രാഷ്ട്രീയ മത ചിന്തകളുള്ള ഈ സാമുദായിക ചിന്തകളുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് അതത് പ്രദേശങ്ങളിൽ ഈ പ്രദേശത്ത് ഒരു ജനജാഗ്രതാ സമിതി ലഹരി മാഫിയയുടെ ലഹരിയുടെ വിപണനവും ഉപയോഗവും തടയുന്നതിന് വേണ്ടി അതിൻ്റെ സോഴ്സിനെ തകർത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു ജനജാഗ്രതാ സമിതി. GTV ന്യൂസ് കോതമംഗലം. പ്രധാന വാർത്തകൾ വീണ്ടും. അങ്കമാലി ശബരി റെയിൽപാതയിൽ വീണ്ടും പ്രതീക്ഷ. കോതമംഗലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കും ചിറകുവിരിക്കുന്നു. നിർദ്ദിഷ്ട പദ്ധതിയിലെ റെയിൽവേ സ്റ്റേഷൻ മാതിരപ്പിള്ളിയിൽ. റോഡ് നവീകരണത്തിന്റെ പേരിൽ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമുള്ള വഴി ഇല്ലാതാക്കി. കറുകടത്ത് 2 വീട്ടുകാർ 2 വർഷമായി അനുഭവിക്കുന്നത് കടുത്ത ദുരിതം. ഒട്ടേറെ തവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാകുന്നില്ലെന്ന് വീട്ടുകാർ. കവളങ്ങാട് പഞ്ചായത്തിൽ തെരുവുനായ ശല്യം. 3 പേർക്ക് കടിയേറ്റു. തെരുവുനായ ശല്യം വർദ്ധിച്ചിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.